ബാലപംക്തിയിൽ എഴുതി ചെറുപ്പം മുതൽ തന്നെ കവിതയുടെ വലിയ ലോകത്തെത്തിയ കവയത്രിയാണ് ഷീജ വൈക്കം. മേഡത്തിനെ കേൾക്കാനാണ് നിങ്ങൾ എല്ലാവരും ഇരിക്കുന്നത്. മേഡത്തിന്റെ കവിതകൾ എന്ന് പറയുമ്പോൾ ആ കവിതയുടെ തലക്കെട്ടുകൾ തന്നെ വലിയ കവിതകളാണ്. വളരെയധികം ശ്രദ്ധിക്കപ്പെടുന്ന ആ തലക്കെട്ടുകളിലൂടെ ആരാധികയായതാണ് ഞാൻ. കവിതാ ലോകത്ത് തൻ്റെ യാത്രകളും തൻ്റെ കാഴ്ചകളും ഒക്കെ എങ്ങനെയാണ് അടയാളപ്പെടുത്തുന്നതെന്ന് പലപ്പോഴും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും മേഡത്തെ കേൾക്കാനാണ് ഇരിക്കുന്നത്. ഇന്ന് ഞാൻ സംസാരിക്കുന്നതൊക്കെ മേഡത്തിന്റെ സമയം കുറയ്ക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് ആദ്യം മേഡത്തെ കേൾക്കാം. കവിതയുടെ തുടർ യാത്രകൾ എന്നാണ് നമ്മുടെ ഇന്നത്തെ വിഷയം. കവിതയുടെ തുടർ യാത്രയെക്കുറിച്ച് പറയുന്നത് ഒരു കഥയിലൂടെ ആകട്ടെ എന്ന് വിചാരിക്കാം. കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഒരു ഓടിട്ട വീടിൻ്റെ മുന്നിൽ അതിൻ്റെ പോർട്ടിക്കോയിലെ പടികളിൽ ഇരിക്കുന്ന ഒരു ചെറിയ പെൺകുട്ടി, 5 വയസ്സുള്ള ഒരു ചെറിയ പെൺകുട്ടി. മഴ ആർത്തു പെയ്യുന്ന ഒരു വൈകുന്നേരമാണ്. അപ്പോൾ വീടിരിക്കുന്നത് കുറച്ച് താഴെയാണ്, റോഡ് മുകളിലുമാണ്. അപ്പോൾ അവിടുന്ന് വെള്ളം കുത്തി ഒലിക്കുകയാണ് താഴേക്ക്. നയാഗ്ര പോലെ വെള്ളം എടുത്ത് ചാടുന്നു. അതിര് കെട്ടിത്തിരിച്ച മുറ്റത്തിൻ്റെ അപ്പുറത്ത് തൈത്തങ്ങ് തടം നിറഞ്ഞിട്ട് അത് വീണ്ടും ഇപ്പുറത്ത് നിൽക്കുന്ന ഒരു പിച്ചി തൈയുടെ മേലെ കൂടെ ഒഴുകി പോകുന്നത് അവിടെ കണ്ടിരിക്കുകയാണ്. അതിര് കെട്ടിയ മുറ്റത്തിൻ്റെ ഉള്ളിൽ വെള്ളം വീണിട്ട് വെള്ളത്തിന് മേൽ വെള്ളത്തുള്ളി വീണ് തകരുന്ന കടൽ പോലെയുള്ള ഒരു രംഗം കണ്ടിരിക്കുകയാണ്. അപ്പം അന്ന് തോന്നിയത് എന്താണ്? വിഷാദം എന്നൊന്നും പറയാനായിട്ടില്ല. 5 വയസ്സുള്ള കുട്ടിക്ക് എന്തോന്ന് വിഷാദമാണ്, എന്തോ അസ്വസ്ഥത ഉണ്ടാക്കുന്ന ഒരു അന്തരീക്ഷം, ഒറ്റപ്പെടൽ അനുഭവിപ്പിച്ച ഒരു അന്തരീക്ഷം അന്ന് അറിഞ്ഞിട്ടുണ്ട്. കുറേ കാലം കഴിഞ്ഞ് മുടിയൊക്കെ നരച്ചു തുടങ്ങിയതിന് ശേഷം ഒരു കവിത എഴുതാനിരിക്കുകയാണ്. കവിതയുടെ പേര് പൂർവം എന്നാണ്. ആകെ 8 വരികളേ ഉള്ളൂ. പ്രണയത്തെക്കുറിച്ചാണ് കവിത. പിരിയുന്നുവെങ്കിലും ഉൾത്തടത്തിൻ നനവുള്ള മണ്ണിരപ്പാഴിടത്തിൽ ഇപ്പോഴും മുളപൊട്ടി നിൽക്കുന്നുണ്ട്. ഞാൻ ആ വരികൾ കൃത്യമായിട്ട് ഓർക്കുന്നില്ല. പിരിയുവാനാകാതെ നിൻ പ്രപഞ്ചം ഹൃദയമന്യാധീനമായ നാളിൽ പ്രണയമേ ഞാൻ കേട്ട തേനിരമ്പം മഴയത്തു മുറ്റം കടൽ ചമയ്ക്ക് അതിലെത്തി നോക്കും നിൻ പൂർവ്വരൂപം എന്നായിരുന്നു 8 വരി കവിത. ഹൃദയമന്യാധീനമായ നാളിൽ ഞാൻ കേട്ട തേനിരമ്പം ശരിക്കും പറഞ്ഞാൽ ആദ്യകാല മഴയുടെ ആ ഇരമ്പായിരുന്നു. മഴയത്ത് മുറ്റം കടൽ ചമയ്ക്കുന്നത് ഞാൻ കണ്ടിരുന്നത്, ഞാനത് എഴുതുമ്പോൾ ആ പോർട്ടിക്കോയുടെ മുറ്റത്ത്, ആ പോർട്ടിക്കോയുടെ മുന്നിലുള്ള പടിയിലിരുന്ന് വെള്ളത്തിനുമേൽ വെള്ളം വന്ന് വീഴുന്ന ജലപ്രഹർഷം അനുഭവിച്ച് കൊണ്ടായിരുന്നു. അന്ന് ഭാഷ അറിയില്ല. അപ്പോൾ ഈ കവിത സംഭവിച്ചത് ഏത് കാലത്താണ്? ഞാൻ എൻ്റെ മുടി നരച്ചു തുടങ്ങിയതിന് ശേഷം എഴുതിയ കാലത്താണോ, അതോ ഞാൻ 5 വയസ്സിൽ മഴ കണ്ടിരുന്ന കാലത്താണോ ആ കവിത സംഭവിച്ചത് എന്ന് എനിക്ക് അത്ഭുതം തോന്നും. ആ കവിത എന്നിലേക്ക് എത്തും വരെയുള്ള യാത്രയിലായിരുന്നു. ആദ്യത്തെ ആ ഒരു കാലത്തെ ആ മഴയെന്ന് പറയുന്നത് ഒരു സ്പാർക്കായിരുന്നു എന്ന് പറയാം. ആ സ്പാർക്കിന് കൊളുത്താൻ പാകത്തിൽ ഭാഷയുടെ ഭാവനയുടെ വിസ്ഫോടക ശേഖരങ്ങളൊന്നും തന്നെ ഒരു ശിശുവായിരുന്ന എന്നിൽ എന്നുണ്ടായിരുന്നില്ല. എനിക്ക് ഭാഷ അറിഞ്ഞില്ല. അക്ഷരം എഴുതാൻ തുടങ്ങുന്ന ഒരു കാലമാണ്. കവിതയെപ്പറ്റി അറിയില്ല. ആകെ അറിയുന്നത് അമ്മമ്മ അടിച്ചു പിടിച്ച് വിളക്ക് കൊളുത്തിയിട്ട് കൊണ്ടിരുത്തും, കണ്ണനാ മുണ്ണിയെ കാണുമാറാകണം, കാർമുകിൽ വർണ്ണനെ കാണുമാറാകണം എന്നൊക്കെ ഇങ്ങനെ നാമം ചൊല്ലിക്കൊണ്ടിരിക്കണം. അന്നത്തെ കാലത്ത് വീട്ടിൽ കുറച്ചു കാലം മാത്രം അമ്മമ്മയുടെ കൂടെ ഉണ്ടായിരുന്നു. അത് മാത്രമാണ് ഞാൻ അറിയുന്ന ഒരു പക്ഷേ കാവ്യം അല്ലെങ്കിൽ കവിതയുമായിട്ടൊക്കെ ഉള്ള ബന്ധങ്ങൾ. കുട്ടി കുട്ടി കവിതകളൊക്കെ പഠിപ്പിച്ചതോ കേട്ടതോ ഒക്കെ ഓർമ്മയുണ്ടാവും. അപ്പൊ അതിനപ്പുറം ഒന്നും തോന്നാതിരുന്ന ഒരു സംഭവം ഒരു കാലത്തിന് ശേഷം, ഞാൻ അനഘയുടെ തുടർച്ചയായിട്ട് പറയാണ്, ഒരു കാലത്തിന് ശേഷം അത് നമ്മളെ വന്ന് മുട്ടുകയാണ്. അപ്പൊ എനിക്ക് തോന്നിയിട്ടുണ്ട് നമ്മളിപ്പോൾ എഴുതുന്ന കവിതകളെല്ലാം മുമ്പ് എപ്പോഴോ സംഭവിച്ചാണ്. അതിൻ്റെ യാത്രയിലാണ്. അതിൽ ചിലതിനെ നമ്മൾ വഴിയിൽ വെച്ച് കണ്ടുമുട്ടും. മലകൾ തടഞ്ഞു നിർത്തുമ്പോൾ മേഘം ഘനീഭവിച്ച് മഴ പെയ്യും പോലെ അപൂർവമായിട്ട് ചിലത് പെയ്യും, ചിലത് പെയ്യാതെ പോവും. അപ്പൊ കവിതയുടെ തുടർ യാത്ര എന്ന് പറയുന്നത് അത്തരത്തിലൊന്നാണ്. ഓർമ്മയിലൂടെ വൈകാരികതയിലൂടെ ഒക്കെയുള്ള ഒരു നിരന്തരമായ യാത്രയാണ്. അത് നമ്മുടെ തന്നെ ഓർമ്മയാവണമെന്നില്ല. നമ്മൾ കേട്ട കഥകൾ ഉണ്ടാകാം, കേട്ട അനുഭവങ്ങൾ ഉണ്ടാകാം, മറ്റുള്ളവർ എഴുതിയ കവിതകളായിരിക്കാം. അങ്ങനെ ജീവിതത്തിൽ നിന്ന് നമ്മൾ ആർജിച്ചെടുക്കുന്ന അനുഭവങ്ങളുടെ ഒരു വലിയ സമ്പത്ത് അല്ലെങ്കിൽ ഒരു വലിയ ഖനിയിൽ നിന്ന് എവിടെങ്കിലും ആയിരിക്കും ചിലപ്പം രണ്ടാമതൊരു പുനർജന്മം ഒരു സംഭവത്തിനോ ഒരു കവിതയ്ക്കോ ഉണ്ടാകുന്നത് എന്ന് തോന്നിയിട്ടുണ്ട്. കവിതയുടെ തുടർ യാത്രയെപ്പറ്റി എനിക്ക് അങ്ങനെയാണ് അനുഭവപ്പെട്ടിട്ടുള്ളത് എന്ന് പറയാം. ഈ അരളിപ്പൂ മൊട്ടുപോൽ എന്നുള്ള കവിത അപ്പൊ യുറീക്ക പങ്ക്തിക്ക് വേണ്ടി ചെയ്തത്. ഒത്തിരി കുട്ടികൾ അത് ചൊല്ലിയിട്ട് പലയിടത്തും അത് ഭയങ്കര വൈറലായതുപോലെ, കാരണം കുട്ടികൾ അത് ഭയങ്കരമായിട്ട് മനസ്സുകൊണ്ട്
അപ്പൊ ആ കവിത അതിപ്പോ നമ്മളിപ്പോ ഏത് ആൾക്കാരെയാണ് നോക്കുന്നത് അങ്ങനെയില്ലല്ലോ. ഇപ്പൊ ഉള്ളൂരിപ്പോ പ്രാവേ കൂടെ ഇവിടെ എഴുതിയിട്ടുണ്ടത് നമ്മൾ ആലോചിക്കുമ്പോൾ നമുക്ക് അത്ഭുതം തോന്നും. അത്രയും വലിയൊരു മഹാൻ, അത്രയും വലിയ സദസ്സിനെ അഭിമുഖീകരിച്ചിട്ടുള്ള കവിതകൾ, അവിടെ നിന്നൊരു കുട്ടിയെ, അപ്പൊ അങ്ങനെ ഏത് വിഭാഗത്തെയും തന്റെ കവിതയിലേക്ക് ആകർഷിക്കാനുള്ള ഒരു കഴിവുണ്ടല്ലോ. മാഡത്തിന് ആ കവിതകൾ കൊച്ചു കുട്ടികൾ ചൊല്ലി അയച്ചു തന്നപ്പോ എങ്ങനെ അത് തോന്നിയിരുന്നു? സത്യം പറഞ്ഞാൽ കൊച്ചുകുട്ടികൾക്ക് വേണ്ടിയിട്ടും വലിയ ആൾക്കാർക്ക് വേണ്ടിയിട്ടും വേറെ വേറെ എഴുതാൻ കഴിവുള്ള ഒരു കവിയല്ല ഞാൻ. നമ്മൾ എന്തായിട്ടാണോ മാറുന്നത് ആ ആളാണ് കവിത എഴുതുക. പിള്ളേർ തമ്മിൽ ഒരു മൂത്തൊരു കുട്ടി ഉണ്ടായിരിക്കെ രണ്ടാമതൊരു കൊച്ചു വരുന്നത് അനുഭവിച്ചിട്ടില്ലാത്ത എത്ര പേര് ഇവിടെ ഉണ്ട്. നമ്മുടെ ചെറിയ ആൾ വന്നത് നമുക്ക് ഓർമ്മയുണ്ടാവും. കുറച്ചുകൂടെ മുതിർന്നവരാണെങ്കിൽ നമുക്ക് രണ്ടാമത്തെ കുട്ടി ഉണ്ടായ ഓർമ്മയുണ്ടാവും. ആദ്യത്തെ ആളിനെയും രണ്ടാമത്തെ ആളിനെയും കൂടി പൊരുത്തപ്പെടുത്തി കൊണ്ടുപോകുക എന്ന് പറയുന്നത് പലപ്പോഴും എന്നെ സംബന്ധിച്ച് അതിസങ്കീർണമായ ഒരു പ്രക്രിയയായിരുന്നു. കാരണം മുജ്ജന്മ വൈരികൾ രണ്ടും കൂടി ഒരു കുടുംബത്തിൽ ജനിച്ച പോലുള്ള ഒരു മാരകാവസ്ഥയാണ് സത്യം പറഞ്ഞാൽ ഞാൻ എക്കാലത്ത് അനുഭവിച്ചത്. ഇതെങ്ങനെ പൊരുത്തപ്പെടുത്തി കൊണ്ടുപോകുന്ന ഒരു രക്ഷയില്ല. എല്ലാവരും പറയും ആമ്പിള്ളേരാണ് അടി കൂടുതൽ കേട്ടോ. ആമ്പിള്ളേരൊന്നും ഏരിയ കൂടെ എത്തത്തില്ല, ഇപ്പോഴും ഉണ്ട്. അതൊരു റിവൽറി എന്ന് പറയാൻ വയ്യ, പക്ഷെ അതൊരു ഞാൻ അതുവരെ അനുഭവിച്ച ഒരിടം. നമുക്കാണെങ്കിലും തോന്നൂലേ, നമ്മൾ ചിലപ്പോൾ നമുക്കൊരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ടാവേ, വളരെ അടുത്ത സുഹൃത്താണ്. അപ്പൊ അവര് പറയും, വേറൊരാൾ നമ്മളോട് പറയണം എന്നെ ഒന്ന് പരിചയപ്പെടുത്തി തരണേ. നമ്മൾ പരിചയപ്പെടുത്തി കൊടുത്തേ, പിന്നെ അവർ രണ്ടും ഫ്രണ്ട്സായി. നമ്മളെപ്പോഴും ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക എന്നേക്കാൾ കൂടുതൽ വലിയ ഫ്രണ്ടായോ. അപ്പൊ ഒരു ഇടം എന്ന് പറയുന്നത് മനുഷ്യനെപ്പോഴും സ്നേഹമുള്ളവരുടെ ഹൃദയത്തിലെ ഒരു ഇടം അത്ര പ്രധാനപ്പെട്ട ഒന്നാണ്. അവിടെ ഒരു ചെറിയ കരട് വന്നാൽ നമുക്ക് പൊള്ളും. അപ്പോഴാണ് അതുവരെ ആദ്യത്തെ കൊച്ചാണെങ്കിൽ പറയും വേണ്ട, ഇങ്ങനെ രാജകുമാരിയും കുമാരനുമായിട്ടൊക്കെ വിരാജിച്ച ഒരിടത്തേക്ക് അതാ രണ്ടാമത്തെ ഒരാൾ വന്നിരിക്കുകയാണ്. അപ്പൊ എപ്പോഴും ഇങ്ങനെ സംശയമാണ്, കൊച്ചാകുമ്പോൾ എടുക്കേണ്ടി വരുമല്ലോ. അച്ഛൻ എടുക്കുന്നുണ്ടോ എന്ന് നോക്കി ഉണർന്നിരിക്കുമായിരുന്നു എൻ്റെ മോള് രണ്ടാമത്തെ കൊച്ചിനെ. അപ്പൊ അതിനെ കുറെ കാലം മൂപ്പർക്ക് എടുക്കാൻ കൂടെ പറ്റിയിട്ടില്ല. അപ്പൊ ആ ഒരു വികാരം എനിക്കറിയാം. പിന്നെ അരളിപ്പൂ മൊട്ടുപോൽ എന്നുള്ള കവിത എഴുതുമ്പോൾ എനിക്ക് ഇളയ ആളില്ല, ഞാൻ ട്വിൻസിൽ ഒരാളാണ്, പിന്നെ ഉള്ളത് മൂത്തൊരു ചേട്ടനാണ്. അപ്പം അത് ഞാൻ അനുഭവിച്ചിട്ടില്ല, പക്ഷെ ഇതെനിക്കറിയാം. അപ്പം ആ ഒരു കുട്ടിയുടെ മാനസികാവസ്ഥ എന്തായിരിക്കും എന്നുള്ളത് നമുക്ക് ഊഹിക്കാന്നേ ഉള്ളൂ, അത് അനുഭവിക്കണം എന്നൊന്നും ഇല്ല. അപ്പം അതെന്താണോ അതിനെ ആവിഷ്കരിക്കാൻ ശ്രമിക്കുമ്പോൾ ആ ആളാണ്. അപ്പം അവർക്ക് മനസ്സിലാകാൻ വേണ്ടി വേറൊരു ഭാഷയോ കുറച്ചുകൂടെ ഗൗരവമുള്ള ആശയങ്ങൾ അവതരിപ്പിക്കാൻ വേണ്ടി മറ്റൊരു ഭാഷയോ ബോധപൂർവം സ്വീകരിച്ചുകൊണ്ടുള്ള ഒരു എഴുത്ത് ശൈലി ഒരു കവിക്ക് സാധ്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അല്ലെങ്കിൽ ബോധപൂർവം ചെയ്യാട്ടോ. ഈ ശ്ലോകങ്ങളോ അങ്ങനെയുള്ള കടുകട്ടിയായിട്ടുള്ള സാധനങ്ങളൊക്കെ രചിക്കുമ്പോൾ പലപ്പോഴും വൃത്തദീക്ഷകൾ എനിക്കതിനെപ്പറ്റി അറിയത്തില്ല, ഞാൻ അക്കാഡമിക്കലി പഠിച്ചിട്ടില്ല. അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ടായിരിക്കാം. അപ്പൊ അതുകൊണ്ടായിരിക്കാം കടുകട്ടിയിൽ ഉമാകേരളം എഴുതിയ ആളല്ല കാക്കേ കാക്കേ കൂടെ എവിടെ എന്ന് എഴുതിയത്. പക്ഷെ കാക്കേ കാക്കേ കൂടെ എവിടെ എന്ന് എഴുതിയ കവിയാണ് ഇന്നും ഓർമ്മിക്കപ്പെടുന്നത്. കാലങ്ങളിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന കവിത ഉമാകേരളം അല്ല, അല്ലേ? അപ്പൊ മനുഷ്യന്റെ ഹൃദയത്തെ സ്പർശിക്കുക എന്നുള്ളത്, അതില് കെട്ടുകാഴ്ചകളില്ലാതെ കൂട്ടിക്കെട്ടലുകളില്ലാതെ നമ്മൾ എന്താണോ അതായിട്ട് പ്രസന്റ് ചെയ്യുക എന്നുള്ളതാണ് ഒരു കവിതയുടെ ഏറ്റവും ശുദ്ധമായ ഭാവം. അത് തന്നെയാണ് മറ്റൊരാളുടെ ഹൃദയത്തെ ചെന്ന് തൊടാനും ഏറ്റവും അത്യാവശ്യം തോന്നിയിട്ട്. നമ്മൾ ആഡംബരങ്ങൾ കൊണ്ട് അലങ്കരിക്കുമ്പോൾ നമ്മളിൽ ഇല്ലാത്ത പുതിയ സാധനങ്ങളെ, നിഘണ്ടുപ്രേരിതമായ ഭാഷയെ മനഃപൂർവ്വം കുത്തിച്ചെലുത്തുമ്പോഴാണ് കവിത അകന്നു പോകുന്നത്. ഇതിപ്പോൾ കൊച്ചു പിള്ളേർ വായിച്ചു എന്ന് വെച്ചിട്ട് വലിയ ആളുകൾക്ക് വായിച്ചാൽ കൺവേ ചെയ്യാൻ പറ്റാത്തതായിട്ട് പാടില്ല എന്നുള്ളതാണ്. ആ വിഷയം എഴുതുമ്പോൾ ഞാൻ ആ മാനസികാവസ്ഥയിലായിരുന്നത് കൊണ്ട് അതങ്ങനെ സംഭവിച്ചു. അപ്പം അതുകൊണ്ടായിരിക്കും അവർക്കത് മനസ്സിലായത്. അവർക്ക് വേണ്ടിയിട്ട് എഴുതിയതല്ല, ഭാഷ മാറ്റിയതുമല്ല. ഏത് ഗൗരവമുള്ള ആശയവും വളരെ ലളിതമായ ഭാഷയിൽ ഏറെ എല്ലാവർക്കും മനസ്സിലാവുന്ന പ്രതീകങ്ങളിലൂടെയാണ് മാഡത്തിൻ്റെ കവിതകൾ സംസാരിക്കുന്നത്. ഇപ്പോൾ വാളമീൻ കൽപ്പിക്കുന്നു, അത് വായിച്ച് ആദ്യത്തെയും രണ്ടാമത്തെയും മൂന്നാമത്തെയും വായനയിലേക്ക് വരുമ്പോൾ അതിനകത്തുള്ള ആ രാഷ്ട്രീയം, ആ ഒരു അധികാരത്തിൻ്റെ അത് എങ്ങനെയാണ് വായനക്കാർ അതിനെക്കുറിച്ച് മാഡത്തിനോട് അഭിപ്രായം എന്താ പറഞ്ഞത്? എല്ലാ വായനക്കാരും എല്ലാ കവികൾക്കും ഉള്ളതല്ല. ഓരോ കവിക്കും അവരുടേതായ വായനക്കാരുണ്ടാവും എന്ന് തോന്നുന്നു. കാരണം എല്ലാവരുടെ ഭാവുകത്വങ്ങളും ഒന്നല്ലല്ലോ. നമ്മളിവിടെ എല്ലാവരും ഇരിക്കുന്നു, എല്ലാവരുടെയും ടേസ്റ്റ് ഒന്നല്ല. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന സാധനം ചിലപ്പോൾ എനിക്ക് ഒട്ടും പറ്റിയില്ലെന്ന് വരും. അതുകൊണ്ട് അത്തരത്തിലുള്ള ആശയങ്ങളിലും കാര്യങ്ങളിലും ഒക്കെ വ്യത്യാസം വരും. പിന്നെ ഇപ്പം പറഞ്ഞത് വാളമീൻ കൽപ്പിക്കുന്നു എന്ന് പറയുന്ന കവിതയാണ്. അതൊക്കെ ഞാൻ പറഞ്ഞില്ലേ, എന്നോ സംഭവിച്ച നമ്മുടെ അനുഭവങ്ങൾ തന്നെയാണ്. റഷ്യൻ കുട്ടിക്കഥകൾ വായിച്ചു വളർന്ന ഒരു ബാല്യം, വലിയൊരു ഞങ്ങളുടെയൊക്കെ തലമുറയിലെ ആളുകളുടെ ഒരു ത്വരകം ആയിരുന്നു അത്. നമ്മുടെ ആദ്യ വായനയായിരുന്നു അത്. അപ്പം ആ കാലത്ത് ചുക്കും ഗക്കും എന്ന് പറയുന്ന ഇരട്ടക്കുട്ടികളും അവരുടെ ആ ഒരു മഞ്ഞുഭൂമിയിലേക്കുള്ള യാത്രയും ഒക്കെ നമ്മളെ ഒരുപാട് ത്രസിപ്പിച്ച ഘടകങ്ങളാണ്. ഇരട്ടക്കുട്ടികൾ എന്ന് പറയുന്നത് നമ്മൾ റഷ്യയെ മനസ്സിലാക്കുന്നിടത്ത്
അതിൻ്റെ ശരിക്കുള്ള രാഷ്ട്രീയം അത്തരത്തിലല്ലെങ്കിൽ പോലും ഒരു കുട്ടിക്ക് ആ രാഷ്ട്രീയമൊന്നുമില്ല. റഷ്യയിലെ സാറസ്റ്റും ബാക്കിയുള്ള കാര്യങ്ങളൊന്നും കുട്ടിക്കില്ല. കുട്ടി മനസ്സിലാക്കിയ റഷ്യ അതായിരുന്നു. അപ്പൊ ചുക്കും ഗക്കും രണ്ടായി പിരിഞ്ഞ് അംഗം വെട്ടുന്നത് പോലെയാണ് റഷ്യയും ഉക്രൈനും യുദ്ധം ചെയ്യുമ്പോൾ ഒരു കുട്ടി മനസ്സിലാക്കുന്നത്. ചുക്കും ഗക്കും പോരാടുന്നത് നമുക്ക് സങ്കല്പിക്കാൻ പറ്റുമോ? ഒരിക്കലും പറ്റത്തില്ല. പിന്നെ അതിൽ പറയുന്ന ആദ്യത്തെ ഇതൊക്കെ എൻ്റെ നാടാണ് കേട്ടോ. പലയിടങ്ങളിലും ഈ നമ്മൾ കണ്ടുപോയ കാഴ്ചകളും പ്രകൃതിയും ഒക്കെ കടന്നു വരും. അതിൽ ആദ്യം ഒരു കുളം ഉണ്ടല്ലോ, ഞാൻ വരികൾ ഓർമ്മിക്കുന്നില്ല. വളമീൻ കൽപ്പിക്കുന്നു ഞാനിതാ ഇച്ഛിക്കുന്നു, ഓടിവാ പുൽമേടിന്റെ വക്കിലെ കുളമേ നീ എന്നാണ് തുടങ്ങുന്നത്. വളമീൻ കൽപ്പിക്കുന്നു ഞാൻ ഇച്ഛിക്കുന്നു എന്ന് പറഞ്ഞാൽ ഈ ലോകത്ത് എന്തും സംഭവിക്കും എന്ന് വിശ്വസിച്ച ഒരു കുട്ടിക്കാലം ഉള്ള ഒരുപാട് കുട്ടികൾ ഇപ്പോഴും ഉണ്ട്. അതിലൊരു കുട്ടിയാണ് ഞാനും. അത് ആണ് ആ കവിതയുടെ, എനിക്ക് തോന്നുന്നു ഞാൻ ആ ചോദ്യത്തിൽ നിന്ന് മാറിപ്പോയോ? മാതാപിതാക്കളോട് ചോദിക്കരുതല്ലോ ഏറ്റവും ഇഷ്ടപ്പെട്ട കുട്ടി ഏതാണ്, എങ്കിലും ഉണ്ടാവില്ലേ കവിതയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ചൊല്ലാൻ ആഗ്രഹിക്കുന്ന ഒരു കവിത? ചൊല്ലാൻ ആഗ്രഹിക്കുന്ന ഒരു കവിതയും ഇല്ല. കാരണം എന്ന് വെച്ചാലേ എല്ലാവർക്കും എല്ലാം പറ്റത്തില്ല കേട്ടോ. നമ്മൾ നമ്മുടെ മേഖലയിലല്ലാതെ പോയിട്ട് ചില ആളുകൾ ഇങ്ങനെ അടി കൂടുമ്പോ പറയില്ലേ, ഏതോ സിനിമയിൽ പറയില്ലേ, നിന്നെ എനിക്ക് അങ്ങാടി കിട്ടണം. അങ്ങാടിയിൽ അടി കൂടാൻ പോയി കഴിഞ്ഞാൽ നമ്മൾ നാണം കിട്ടും. കാരണം നമ്മളും അവിടെ ഫയൽവാൻ എന്നല്ല, നമുക്ക് ബസ്സിൽ ഇടി കൂടാനുള്ള ത്രാണിയില്ല. അപ്പൊ അതുപോലെ ആനക്ക ഇവിടെ ഇരിപ്പുണ്ട്. ആനക്ക ഈ ചൊല്ലലിന്റെ ഒരു ഉസ്താദാണ്, ഞാൻ അതിലൊരു ശിശുവാണ്. പലപ്പോഴും ഈ പറഞ്ഞ താളബോധമൊന്നും ഇല്ലാത്തതുകൊണ്ട് ചിലപ്പോൾ ഇവിടെ നിന്ന് തുടങ്ങിയ വേറെ എവിടെയെങ്കിലുമൊക്കെ ചെന്നാണ് അവസാനിക്കുക. പിന്നെ ഗത്യന്തരമില്ലെങ്കിൽ ചൊല്ലാറുണ്ട്. ആ രീതിയിൽ വേണമെങ്കിൽ ചൊല്ലാം. അങ്ങനെ ഒരു ക്ഷമാപണത്തോടു കൂടി ആദ്യം തന്നെ ഒരു പെർമിഷൻ എടുത്തുകൊണ്ട് വേണമെങ്കിൽ ശ്രമിക്കാം. അപ്പൊ അവസാനം മാതൃഭൂമി വന്ന കവിതയാണ് ഭ്രാമക ലീല എന്നാണ് കവിതയുടെ പേര്. ശരിക്കും പറഞ്ഞാൽ മനുഷ്യന്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഇൻസ്റ്റിങ്ക്റ്റുകൾ, കാമം, പ്രണയം പോലുള്ള എല്ലാ ചോദനകളും അടക്കി വെക്കേണ്ടതാണെന്ന്, അല്ലെങ്കിൽ അതൊക്കെ ഭയങ്കര എന്തോ മോശപ്പെട്ട കാര്യങ്ങളാണെന്ന്, അങ്ങനെയൊക്കെയുള്ള ഒരു ധാരണയുള്ള ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. മോക്ഷപ്രാപ്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആന്തരിക ചോദനകളെ എല്ലാം ഇല്ലാതാക്കലാണ് എന്നുള്ള, അതിൽ കഴിഞ്ഞിട്ട് എവിടെയോ ഒന്ന് മോക്ഷം കിട്ടി പോകുന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. എനിക്ക് ആ മോക്ഷം വേണ്ട. എനിക്കിങ്ങനെ പ്രേമനാമം ജപിച്ചുകൊണ്ട് ഈ ഭൂമിയിൽ ഇങ്ങനെ അലഞ്ഞാൽ മതി. ഇവിടെ നിന്ന് അടുത്ത കാലത്തൊന്നും പോകാൻ ഉദ്ദേശിക്കുന്നില്ല. തട്ടിപ്പോവില്ല എന്നല്ല, മരിച്ചു പോയിട്ടും പോകാൻ ഉദ്ദേശിക്കുന്നില്ല എന്നുള്ളത് മാത്രം പറയാൻ ആഗ്രഹിച്ച ഒരു കവിതയാണിത്. ഭ്രാമകലീല. ചെഞ്ചുവപ്പൂ ചാറൊലിക്കും ശെന്തുരുണി മരച്ചോട്ടിൽ കല്ലുരച്ചു കാമമേ എന്നുള്ളു വേവിക്കൂ, തീപ്പൊരികൾ ചിതറുന്ന പ്രാക്തനമാം പ്രേമകുണ്ടം നോക്കിലാളും ശിലാകാല പൂർവികർ നമ്മൾ. കൂരിരുട്ടിൻ മൃഗത്തോലു വേർപ്പെടുത്തി അനായാസം പാതിരയെ പിളർക്കുന്നു കനൽ കഠാരം. കാമുകർക്കു വെറും 2 ചുണ്ടുകളാൽ മുദ്ര വയ്ക്കാൻ ആവുമോ ഈ ഹൃദയത്തിനഗാധഗർത്തം. കല്ലടയാറൊഴുക്കിൽ നീ കൈതമുള്ളൻ ഞാനൊരാരൽ ഒത്തുനീന്താം അഷ്ടമൂടി കായലിൽ വീഴാം. ഒരു വെള്ളം കേറിയെത്തിയാകമുങ്ങും ചതുപ്പിൽ നാം വേരുകളാൽ വരിഞ്ഞൊറ്റ കണ്ടലായി മാറാം. പൂവരട്ടെ കായ് വരട്ടെ ഓമലേ നാം തമ്മിലൊട്ടി കാമനതൻ കൊക്കുകൾക്കു ചേക്കയായി മാറാം. പൂവരട്ടെ കായ് വരട്ടെ ഓമലേ നാം തമ്മിലൊട്ടി കാമനതൻ കൊക്കുകൾക്കു ചേക്കയായി മാറാം. നാടപോൾ ചുറ്റഴിയുന്ന മണ്ഡലി നീ സീൽക്കരിക്കും ചോരമീട്ടും തമ്പുരുവിൻ മാരക തന്തി. നാടിയായി നീണ്ടിഴയുന്നു പുള്ളിമൈ ആ തലയറ്റം മാരദംഷ്ട്രയോങ്ങി നിൽക്കും വിഷപ്പൂവല്ലി. കല്ലുതുക്കിലൊളിക്കുന്ന വന്യതെ നീ ചീറിയെത്തി തെന്നിയോടും കണങ്കാലിൽ കടിയേൽപ്പിക്കും. രാഗനാഗദംശനത്തിൻ മാദക കാകോളമേ നീ ജീവവംശാവലി തോറും പടർന്നു കേറും. പാറിയെത്തും ടെറോഡക്ടൈൽ പൂവനെ നിൻ ഛായ വീഴ്കെ ശ്വാസമറ്റു കിടുങ്ങുന്നെൻ ജുറാസിക് വാനം.
വേട്ടയാടും ചിറകടിക്കാറ്റ് ജിങ്കോ മരത്തിൻ്റെ തായ്തടിയെ വിറപ്പിക്കും കൂകലിൻ ഭാരം. കൂർനഖത്താൽ റാഞ്ചുകെന്നെ ഭൂമി ചുറ്റിപ്പാറി തീരെ പ്രാകൃത സവാനയൊന്നിൽ കൊണ്ടുവയ്ക്കെന്നെ. പാരിടിഞ്ഞു പതിക്കുമ്പോൾ ഭീകരനോരുൽക്ക വീണു. ഭൂമിയാടി ഉലയുമ്പോൾ നിന്നെ ഞാനേൽക്കാം. താരകങ്ങൾ കൊമ്പുകോർക്കെ നെറ്റി പൊട്ടിച്ചുടുവെട്ടം ധാരയായി തളം കെട്ടും ജ്യോതിലോകത്തിൽ. വാ നമുക്കു കുടിയേറാമേലിയന്റെ തളിക പോൽ വാതക ചുഴലി വീശും മന്യഗോളത്തിൽ. മൂലകങ്ങൾ മഹാരാസലീലയിൽ ചേർന്നഴിയുന്ന ദ്രാവകപ്പുഞ്ചയിൽ നമ്മൾ ഞാറുകളാവാം. ഹീലിയത്തിൻ ഹൃദയത്തിൽ പ്രാണവായു കലർത്താം. വെണ്ണീരഥത്തിൻ കുറുമ്പിത്തൈ കുഴിച്ചു വയ്ക്കാം. ഭോഗമറ്റിട്ടൊരു നാളും യോഗഭാവമരുളല്ലേ. കാമമേൻ മനം മായാമുക്തമാവല്ലേ. പ്രേമനാമം ജപിച്ചും കൊണ്ടീ ജഗത്തിൻ ചിരന്തന മോഹബാധയഴിയാതെ ഞാനലയണം. കുറച്ച് നീണ്ടുപോയില്ലേ? ചൊല്ലാൻ അറിയില്ല, ശിശുവാണെന്നൊക്കെ വെറുതെ പറഞ്ഞത് മനസ്സിലായില്ലേ? ഇപ്പൊ എങ്ങനെ രക്ഷപ്പെട്ടു കേട്ടോ, എപ്പോഴും പറ്റാറില്ലേ.